അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നലെ കുറ്റ്യാടിയിൽ ഒരു ആദർശ നാറ്റം നടത്തി കുരുവട്ടൂരികൾ. അതിൽ നിന്ന് നമ്മളെ തൊയ്യൂർക്കാരൻ എവിഡൻസിൻ്റെ ചില പ്രസംഗത്തിൻ്റെ ഭാഗം ഒന്ന് കേട്ടു നോക്കുക. ഞാൻ പറയാ അങ്ങനെ ഇറങ്ങിയപ്പോ ഈ വ്യാജന്മാരായ AP സമസ്തക്കാരെ മൂടുതാങ്ങികളായിട്ട് വേറെ കുറെ ഇറങ്ങിക്കണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങൾ ആ കളി മശായിഖന്മാരെ മക്കളോട് വേണ്ട. ഞങ്ങൾക്ക് ഇവിടെ സുന്നത്തിയമായത്തിന്റെ ആദർശത്തിനെതിരെ ആര് പറഞ്ഞാലും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വപ്നത്തിൽ പിശാച് പ്രത്യക്ഷപ്പെട്ടേക്കാം എന്ന് പേരോട് പറഞ്ഞപ്പോ ഞങ്ങൾ അതിനെ പ്രാമാണികമായി നേരിട്ടു. അതേ വാദം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ അതിനെതിർത്തു. അതേ വാദം നജീബ് മൗലവി പറഞ്ഞപ്പോ അതിനെ ഞങ്ങൾ പ്രാമാണികമായി നേരിട്ടു. ഞങ്ങൾക്ക് സുന്നത്തിയമായത്തിന്റെ ആദർശത്തിനെതിരെ പറഞ്ഞാൽ പേരോടും കണക്കാണ്, ജിഫ്രി തങ്ങളും കണക്കാണ്, നജീബ് മൗലവിയും കണക്കാണ്. നിങ്ങൾ ഞങ്ങൾക്കൊരു ചുക്കുമല്ല. ഓ എവിഡൻസ് മൗലവി, മൂക്കിന്റെ താഴെ മീശ വെച്ച് കാലിന്റെ രണ്ടിന്റെ ഇടയിൽ ഇന്നാൾ തൂങ്ങിയ സാധനം ഉണ്ടോന്ന് ചോദിച്ചില്ല ജി. അതുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും അങ്ങേയറ്റം പണ്ഡിതന്മാരിൽ സ്നേഹിക്കുന്ന മഹാമനുഷ്യനാണ് മൗലാന പേരോട് ഉസ്താദ്. ഉസ്താദിന്റെ 45 വർഷത്തെ പ്രസംഗത്തിന്റെ ഇടയിൽ അങ്ങനത്തെ ഒരു വാചകമോ ഒരു പ്രസംഗമോ അടുത്ത ആദർശ നാറ്റത്തിൽ കാണിക്കാൻ വേണ്ടി എന്നെ വെല്ലുവിളിക്കുകയാണ്. മീശ വെച്ച് രണ്ട് തുടക്കടയിൽ ആ സാധനം തൂങ്ങിയ ആണാണെങ്കിൽ കാണിക്കൂ. അല്ല, ഞാൻ ആ സംഘടനയുടെ ആളല്ലെങ്കിലും ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോയത്തങ്ങളുടെ പ്രസംഗത്തിൽ എവിടെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രസംഗം നടത്തിയതായി കാണിക്കാൻ ധൈര്യമുണ്ടോ? ഓ എവിഡൻസ് മൗലവി, ധൈര്യമുണ്ടോ? ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദിന്റെ പ്രസംഗത്തിലും അത്തരം ഒരു വാദഗതികൾ ഉണ്ടായതായി തെളിയിക്കാൻ ഉമ്മവറ്റ് മുലപ്പാല് കുടിച്ച് വളർന്ന ഒരു എവിഡൻസ് മൗലവിയാണ് നീ എങ്കിൽ കാണിക്കൊടൂ അടുത്ത ആദർശനാറ്റത്തിൽ. ആലിമീങ്ങളെ വലിയ പച്ചക്കള്ളം പറയുക, എന്നിട്ട് ഇവിടെ ജനങ്ങളെ വഞ്ചിക്കുക അല്ലേ? എക്കാലത്തും കള്ളത്തെരീക്കത്തുകാരുടെ ഒരു തന്ത്രമാണ് ഇല്ലാത്ത വാദം ആലിമീങ്ങളെ തലയിൽ വെച്ച് കെട്ടുക, എന്നിട്ട് അതിന് മറുപടി പറയുക. നീ ഉദ്ദേശിച്ചത് എന്താണെന്നും നിന്റെ വാക്കുകൾ എന്താണെന്നും സ്വന്തത്തിലും കൂടി ഒന്ന് മനസ്സിലാക്കിക്കൂടെ ചങ്ങായി. ഇനി പഴയകാല ആലിമീങ്ങളെ കുറിച്ചും പച്ചക്കള്ളം പറയാവർ ആലിമീങ്ങളെ ഫത്വയൊക്കെ ചോദ്യം ചെയ്യുക. എന്തിന്? ഈ സാഫിയത്ത് സൂഫിയെ കുഫിരിയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കേട്ടു നോക്കി, പാമ്പേഴ്സ് പറയട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമായതിന് ശേഷം സമസ്തക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം കാര്യങ്ങൾ മണ്ണാർക്കാട് 4ാം വാർഷിക സമ്മേളനത്തിലെ 4ാം പ്രമേയമാണ്. മറച്ചുവെക്കാനില്ല, എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടു. മഹാനരായ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങൾ അവരുടെ വഴി ശരിയല്ല എന്ന് മണ്ണാർക്കാട് വെച്ച് അന്ന് പ്രമേയം പാസാക്കിയത് സമസ്തയുടെ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധമാണ്. ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല. നിങ്ങളെ കോമാടൻ അവതക്കുട്ടിയുടെ പുതപ്പിനും ഈ 3 അടുപ്പും കല്ലുകൾക്കും അല്ലാത്ത വേറെ ഒരു ഉമ്മവറ്റ മനുഷ്യൻ ആ ഫത്വ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ആ മഹാന്മാരായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, പാങ്ങിൽ ഉസ്താദ്, പതി ഉസ്താദ്, നമ്മുടെ മണ്ണാറക്കാട്ടുകാരനായ കുഞ്ഞലവി ഉസ്താദ്, അള്ളാഹു അവരൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ഈമാനും ഹിദായത്തും നിലനിർത്തട്ടെ. അതിനെ ഈ കോമാടന്മാർക്ക് ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. എന്നും ഈ കള്ളത്തെരീക്കത്തുകാർ വ്യാജന്മാരെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ആലിമീങ്ങളെ വലിയ പച്ചക്കള്ളം പറയുന്ന ആളുകളാണ്. മുസ്ലിം സമുദായം ഇവരെ വലിച്ചെറിയണം. അസ്സലാമു അലൈക്കും. മശായിഖന്മാരുടെ മക്കളാണെന്ന് അവകാശപ്പെടുന്ന ഈ മിത്രങ്ങളുണ്ടല്ലോ, 3-4 ഒന്ന് ചേക്കുട്ടി പാപ്പയും പിന്നെ ഈ പറഞ്ഞ ഒതുക്കുങ്ങലും പമ്പേഴ്സും മറ്റേ ഈ പറഞ്ഞ മിത്രവും അടുത്ത കുഫിരിയത്തിൽ സൂഫിയയിൽ വെച്ചിട്ട് നടത്തുന്ന പരിപാടിയിൽ, അല്ലെങ്കിൽ സാഫിയത്തിൽ കുഫിരിയയിൽ നടത്തുന്ന പരിപാടിയിൽ ഇതിന് വിശദീകരണം നൽകുക. പ്രഗത്ഭരായ 3 പണ്ഡിതന്മാരെ സംബന്ധിച്ച് പച്ച നുണ പറഞ്ഞിട്ടുണ്ട്. അനീ പറഞ്ഞതുപോലെ ഒരു വാദം അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ക്ലിപ്പ് കണ്ടിട്ട് അതിട്ട് ആ വെല്ലുവിളിയാണ്. ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾ യൂട്യൂബിൽ ഇപ്പോൾ ഈ 1-2 ദിവസമായിട്ട് കേട്ടു. ഇന്നലെ പറഞ്ഞതിന് ശേഷം ഞാനും ആ വിഷയം അവതരിപ്പിച്ചിരുന്നു. അടുത്ത സാഫിയത്തുൽ കൂഫിയയിൽ എൻ്റെ പരിപാടി നടത്തുമ്പോൾ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നടത്താണ്ട്
ഈ അടുപ്പും കല്ല് കൂട്ടുകൊണ്ടുള്ള പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയിൽ ഈ ഒരു വിഷയം തെളിവായി കൊണ്ടുപോകാം. അദ്ദേഹം പറഞ്ഞതുപോലെയൊക്കെ എനിക്കുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ?